കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആക്രമണത്തില് ഹോസ്പിറ്റലിലെ 400-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 250 ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയം വരെയായിട്ട് നമ്മുടെ കേരളത്തിലെ UDF-ഓ LDF-ഓ ഇവിടെയുള്ള ജിഹാദികളോ സുഡാപ്പികളോ തീവ്ര ചിന്താഗതിക്കാരോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറി വിളിക്കുന്ന ഒരു ഗാസൻ പ്രേമിയോ ഒരു ഇറാൻ പ്രേമിയോ ഒരൊറ്റ നെറികെട്ടവന്മാരും ഹോസ്പിറ്റലിന്റെ കണക്കും പറഞ്ഞിവിടെ രംഗത്ത് ഇറങ്ങിയിട്ടില്ല. അസ്സലാമു അലൈക്കും പ്രിയ സുഹൃത്തുക്കളെ, മൂങ്ങക്കണ്ണം വന്നിട്ടുണ്ട്. മൂങ്ങക്കണ്ണം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നടന്ന സ്ഫോടനം, ഹോസ്പിറ്റലിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ മരിച്ചല്ലോ. എന്തുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് LDF-കാർ പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പ്രതികരിക്കുന്നില്ല എന്ന്. അപ്പം ഇതിലൂടെ തന്നെ മനസ്സിലായിക്കൂടെ കള്ള ഹിമാറ ഇന്ത്യയിലുള്ള, അതും പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ ഒരിക്കലും അഫ്ഗാനിസ്ഥാനെയോ പാകിസ്ഥാനെയോ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ അവിടെ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണാലും ശരി, അത് ഇന്നല്ല, ആദ്യകാലം മുതൽ 1947 അവർ വേറെ പോയതോടുകൂടി തന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളെ അവരായിട്ടുള്ള ഒരു ബന്ധമില്ല എന്നുള്ളത് പൊള്ളി മുറിച്ചതാണ്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും. പക്ഷെ നിന്നെ പോലെയുള്ള ഊച്ചാളികൾ വന്ന് ബ്ലോഗിങ് ചെയ്തിട്ട് ചാപ്പ കുത്താൻ ശ്രമിക്കുക. ഇതാണ് ഇവിടെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഭരണാധികാരി വളരെ ശക്തമായിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് നല്ല നയതന്ത്ര ബന്ധത്തിലാണ് പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യക്കെതിരെ വളരെ മോശമായ രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അവരോടൊപ്പം നല്ല ബന്ധം വെച്ചിട്ട് എന്തെങ്കിലും കളിച്ചു കഴിഞ്ഞാൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയതന്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് നിനക്ക് വലുത് അറിയുമോ? ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. ഏറ്റവും നല്ല ബന്ധം ഇപ്പോൾ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റവും സുഹൃത്ത് ബന്ധത്തിൽ പോകുന്നത് ഏത് രാജ്യമാണെന്നുള്ളത് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. രണ്ടാമത്തെ ഒരു കാര്യം, ഇറാനെ ഇപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പോലും ഇന്ത്യയാണ്. മരുന്നായിട്ടും മറ്റുള്ള കാര്യമൊക്കെ ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അവരുടെ ടീമുമാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് അഭിമാനിക്കാം, അഭിനന്ദിക്കാം, അത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടെ നീനെ പോലുള്ള ഊച്ചാളി ബ്ലോഗർമാർ വന്നിട്ട് ഈ ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇതുവരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ടിട്ട് അവിടെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവനക്ക് തലയ്ക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് കേട്ടോ, സത്യമായിട്ടാണ് പറയുന്നത്. ഇവനെ ഫോളോ ചെയ്യുന്നവർ ചിന്തിച്ചോ, ഇവനക്ക് തലയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് കോഴിക്കോട് കുതിരവട്ടത്തിലേക്ക് മാറ്റാനായി പ്രിയ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ വീഡിയോ ചെയ്യുമ്പോൾ വിട്ടാ മുസ്ലിങ്ങളെ ജിഹാദി എന്നും അതുപോലെ തന്നെ സുഡാപ്പി എന്ന് പറയുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇവരുടെ ഫോളോവേഴ്സിനെ വളരെ സന്തോഷിപ്പിക്കുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവൻ്റെ പരിപാടി. പിന്നെ ഈ ഗാസയിലും അതുപോലെ തന്നെ ഇറാനിലും വേണ്ടിയിട്ടൊക്കെ എന്തുകൊണ്ടാണ് കേരളത്തിലെ LDF ആയാലും UDF ആയാലും മുസ്ലിങ്ങളായാലും സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് കൊല്ലുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഇറാനിൽ തന്നെ എടുത്ത് നോക്കിയപ്പോൾ ആദ്യം അറ്റാക്ക് തന്നെ സ്കൂളിലാണ് 140 കുട്ടികളെയോളം കൊന്നത്. അപ്പോൾ ഇവന്മാർ നരപൂച്ചകന്മാർ, ഈ മനസാക്ഷിയില്ലാത്ത സൈത്താന്മാരുണ്ടല്ലോ, അവന്മാർ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്നതുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനസാക്ഷിയുള്ള ഒരേ ഒരു സംസ്ഥാനം പറഞ്ഞാൽ അത് കേരളമാണ്. അവിടെയുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കുന്നത്. എന്നിട്ട് പോലും നിങ്ങൾ വേണമെങ്കിൽ ചിന്തിച്ചോ, അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ എത്ര വലിയ ദുരന്തം നടന്നാലും കേരളത്തിൻ്റെ അകത്ത് അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ പോലും മുന്നോട്ട് വരില്ല. നിന്നെ പോലെയുള്ള ഊച്ചാളികൾ രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമേ സപ്പോർട്ടായിട്ട് വരുള്ളൂ. അല്ലാതെ ഇവിടുത്തെ യഥാർത്ഥ ഒരു ഇന്ത്യനോ ഒരു മുസ്ലിമോ വരൂല. കാരണം അന്ന് തന്നെ കൊള്ളിമുറിച്ച് കഴിഞ്ഞു 1940 കാലഘട്ടത്തിൽ. പക്ഷേ നിങ്ങളിപ്പോൾ ചാപ്പ കുത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഇന്ത്യയുമായിട്ട് ഏറ്റവും നല്ല നയതന്ത്രത്തിലും നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്നുള്ളത് നീ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിനക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് കൃത്യമായിട്ടുള്ള ഐഡിയോളജി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതൊക്കെ അവിടെ അറിയാൻ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവൻ്റെ നിരന്തരമുള്ള വീഡിയോയിൽ മുസ്ലിങ്ങളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വിഭാഗം ആൾക്കാർക്കെതിരെ ഒരു വിഭാഗം ആൾക്കാരുടെ മുന്നിലേക്ക് മുസ്ലിങ്ങൾ എപ്പോഴും ശത്രുവശത്ത് ഈ നാറി വെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. ഇവൻ കൃത്യമായിട്ട് അടിച്ച് ആക്ഷേപിക്കുകയാണ് എല്ലാവരും, ഒരാളെയല്ല എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഇവനെക്കുറിച്ച്, ഈ മൂങ്ങക്കണ്ണനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇവനൊക്കെ തലയ്ക്ക് സുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയുക.